ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു ട്രെയിനിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇലക്ട്രിക് ലോക്കോമോട്ടീവ് കണ്ടിട്ടുണ്ടാവും. അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ മുന്നേ എന്ന് വെച്ചാൽ നമ്മൾ ഡീസൽസ് ആയിരുന്നു കുറച്ച് മുന്നേ വരെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് എന്താ ഡീസൽ മാറിയിട്ട് ഡീസൽ ഷണ്ടിങ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡീസൽ മുന്നേ നമ്മളെ ഷൊർണൂരിന്ന് നമ്മുടെ നിലമ്പൂർ റോഡിലേക്കൊക്കെ ഡീസൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതും ഇലക്ട്രിഫിക്കേഷൻ നടന്നുകൊണ്ട് അതും ഇപ്പം ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ WAP അല്ലെങ്കിൽ WAP4, WAP7 അല്ലെങ്കിൽ WDG എന്നുള്ള രീതിയിൽ. അത് W എന്ന് വെച്ചാൽ വൈഡ് ഗേജ് എന്നുള്ള രീതിയിലാണ്, വൈഡ് അല്ലെങ്കിൽ ബ്രോഡ് ഗേജ്. അതുപോലെ ഡി ആണെങ്കിൽ ഡീസൽ, മുന്നേ വെച്ചാൽ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് ഡീസൽ എന്നുള്ള രീതിയിൽ. P ഫോർ പാസഞ്ചർ അല്ലെങ്കിൽ WDP അല്ലെങ്കിൽ WDG ഫോർ ഗുഡ്സ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ WAP, W ഫോർ വൈഡ് ഗേജ്, A ഫോർ AC ആൻഡ് P ഫോർ പാസഞ്ചർ. ഓക്കെ, 4, 5, 7 എന്നൊക്കെ പറയുന്നത് ഏത് ജനറേഷൻ ആണെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനനുസരിച്ച് നമ്മൾ മെയിൻ ആയിട്ട് എന്താ നമ്മൾ AC തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ ACന്റെ കേസിൽ പറയുമ്പോൾ അവിടെ ഒരു ഓവർ ഹെഡ് ലൈൻ ഉണ്ട്. ആ ഒരു ഓവർ ഹെഡ് ലൈൻ വഴിയാണ് എന്ത് വൈദ്യുതി കളക്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പേര് വെച്ചാൽ പാൻഡോഗ്രാഫ് എന്നാണ് നമ്മൾ ഇത് പറയുന്നുണ്ടാവുക. ഒരു ഇലക്ട്രിക് ലോക്കോമോട്ടീവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ട് 4 പാർട്ടുകളാണ് ഉണ്ടാവുക. ഏറ്റവും എന്ന് വെച്ചാൽ ഡ്രൈവർ ക്യാബ് എന്ന് പറയുന്നുണ്ടാവും. അതായത് ലോക്കോമോട്ടീവ് നിയന്ത്രിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ ഡ്രൈവർ ക്യാബ് എന്ന് പറയുന്നുണ്ടാവുക. പിന്നെയാണ് റൂഫ്, അതായത് വൈദ്യുതി സ്വീകരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു റൂഫിലാണ് ഉണ്ടാവുക. പിന്നെ ഒരു അണ്ടർ ഫ്രെയിം ഉണ്ട്. പിന്നെ ഒരു മെഷീൻ റൂം ഉണ്ട്. മെഷീൻ റൂമിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ട്രാൻസ്ഫോമേഴ്സും റെക്ടിഫയേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മള് റൂഫിൽ എന്താ പാൻഡോഗ്രാഫ് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓവർ ഹെഡ് ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാൻഡോഗ്രാഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ലോക്കോമോട്ടീവ് പ്രവർത്തിക്കുന്നില്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പാൻഡോഗ്രാഫ് എന്താ ഉയർത്തണം അല്ലെ. ഏറ്റവും നോർമൽ പൊസിഷൻ പറയുമ്പോൾ താണിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വൈദ്യുതി കളക്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പാൻഡോഗ്രാഫ് ഉയർത്തണം. അപ്പോൾ അത് ഉയർത്താൻ വേണ്ടിയിട്ട് അവിടെ എയർ പ്രഷർ ആണ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ എയർ പ്രഷർ അല്ലെങ്കിൽ എയർ കംപ്രസർ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു വായു അല്ലെങ്കിൽ എയർ എന്ത് ചെയ്തിരിക്കുന്നത് സമ്മർദ്ദം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ആ ഒരു എയർ കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബാറ്ററി ഉണ്ടാവും. അപ്പൊ ആ ഒരു ബാറ്ററിയിൽ നിന്ന് എന്ത് വൈദ്യുതി കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു എയർ പ്രഷർ അല്ലെങ്കിൽ ഒരു എയർ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇത് ഏകദേശം 5.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോഴാണ് പാൻഡോഗ്രാഫ് ഉയരുന്നുണ്ടാവുക, അതായത് ആ ഒരു പ്രഷർ. അപ്പോൾ പാൻഡോഗ്രാഫിന്ന് 25 kV ആണ് ഉണ്ടാവുക അല്ലെ. പാൻഡോഗ്രാഫ് 25 kV ലൈനാണ് മുകളിലൂടെ പോകുന്നുണ്ടാവുക. അപ്പൊ ആ 25 kV ലൈൻ എന്താ പാൻഡോഗ്രാഫ് കളക്ട് ചെയ്യും, വൈദ്യുതി കളക്ട് ചെയ്യും. എന്നിട്ട് എന്താ നമ്മളെ ട്രാൻസ്ഫോമേഴ്സിലേക്ക് എത്തിക്കും. ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ പറഞ്ഞു നമ്മുടെ എഞ്ചിന്റെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സിന്റെ പാർട്ടുകളിൽ വരുന്നതാണ്. നമ്മൾ 4 പാർട്ട് പറഞ്ഞു, അതിൽ ആ റൂമിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവുക. ഇപ്പൊ ട്രാൻസ്ഫോമർ എന്താ 25 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം എന്താ നമ്മൾ നേരെ AC തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ AC നമ്മൾ എന്താ ജസ്റ്റ് ACനെ DC മാറ്റാൻ വേണ്ടിയിട്ട് എന്താ നമ്മളവിടെ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില കേസിൽ എന്താ നമ്മൾ അവിടെ AC ട്രാക്ഷൻ മോട്ടോഴ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താ അവിടെ വീണ്ടും നമ്മൾ എന്താ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും AC ആക്കി മാറ്റുന്നുണ്ടാവുക. ഓക്കെ, അതല്ല ഇപ്പം DC ട്രാക്ഷൻ മോട്ടോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടേപ്പ് ചേഞ്ചർ വഴി എന്താ അവിടെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. നമ്മളെ മുന്നത്തെ സീരീസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ട്രാക്ഷൻ വേണ്ടി നമ്മൾ DC സീരീസ് മോട്ടോഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ WAP7, അതായത് ഇന്ത്യൻ ലോക്കോമോട്ടീവ് ക്ലാസ് പറയുമ്പോൾ WAP7 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോക്കോമോട്ടീവിൽ എന്ത് നമ്മൾ AC മോട്ടോഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 6FRA 6068 എന്നുള്ള രീതിയിലുള്ള അതാണ് നമ്പറായിട്ട് വരുന്നുണ്ടാവുക. ആ ഒരു രീതിയിലുള്ള AC മോട്ടോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. നമ്മൾ പഠിക്കുന്നുണ്ടാവുക DC സീരീസ് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് WAP7 സീരീസിലൊക്കെ നമ്മളിപ്പം പറഞ്ഞ പോലെ 6FRA 6068 ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. 850 kW അല്ലെങ്കിൽ 1140 HP ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെയാണ് അവിടെ ഗിയർ മെക്കാനിസം അതേപോലെ ഹീറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് നമുക്ക് ഒരു മോട്ടറിന്റെ ഗിയർ മെക്കാനിസം വഴിയാണ് എന്ത് ലോക്കോമോട്ടീവിന്റെ വീൽസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വീൽസ് ഇതാവുമ്പോൾ അവിടെ എന്താ സ്വാഭാവികമായിട്ട് ഒരു ഹീറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഹീറ്റ് ഉണ്ടാവും, ഹീറ്റിനെ കൂൾ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഫോഴ്സ്ഡ് എയർ കൂളിംഗ് സിസ്റ്റം ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്. പിന്നെ നമ്മളവിടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് എന്താ വീണ്ടും നമുക്ക് അവിടെ എന്താ വൈദ്യുതി
തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവറിലൊക്കെ നമ്മളത് പഠിക്കുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലോക്കോമോട്ടീവിന്റെ റൂഫിൽ നമ്മൾ എന്താ ഒരു VCB നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്താ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. VCBs നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പവർ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫോൾട്ടോ അല്ലെങ്കിൽ ട്രിപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് ഫോൾട്ട്സ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് ട്രിപ്പിംഗ് കാരണം ഉണ്ടാകുന്ന അബ്നോർമൽ കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ VCBs നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. നോർമൽ ഫംഗ്ഷൻ തന്നെയാണ്. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ VCBs ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ടാവും. കാരണം വെച്ചാൽ അതിന്റെ റിലയബിലിറ്റിയും അതേപോലെ സേഫ്റ്റിയും അതേപോലെ ഹൈ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ ഹൈ കറന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റിനെ ബേസിട്ട് നമ്മൾ VCBs അതേപോലെ വാക്വം സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇതേപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.